PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. യെസ്, അപ്പൊ ഹരിത വിപ്ലവം എന്താണ്? ഹരിത വിപ്ലവം അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ, രാസവളം, കീടനാശിനികൾ, കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം എന്നിവ ഉപയോഗപ്പെടുത്തി കാർഷിക ഉൽപാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതിയാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. ചിലപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ ഹരിത വിപ്ലവത്തിന്റെ ആശയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. അപ്പൊ എന്തൊക്കെയാണ് വരുന്നത്? ഹരിത വിപ്ലവം എന്ന് പറയുമ്പോൾ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, അതായത് ഹൈ ഈൽഡിങ് സീഡ്സ് എന്ന് പറയും അല്ലെ. അപ്പൊ ഹൈ ഈൽഡിങ് ആയിട്ടുള്ള സീഡ്സ് യൂസ് ചെയ്യുക, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ജലസേചന സൗകര്യങ്ങൾ, രാസവളം, കീടനാശിനികൾ, കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം എന്നിവയിലൂടെ ഇതെല്ലാം പ്രയോജനപ്പെടുത്തി കാർഷിക ഉൽപാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതിയെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഹരിത വിപ്ലവം എന്ന് പറയുന്നു. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? 1940 to 1970 കാലഘട്ടത്തിൽ കാർഷിക മേഖലയിൽ നിലനിന്നിരുന്ന മാന്ദ്യം കുറയ്ക്കുന്നതിനായിട്ട് ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആഗോളതലത്തിൽ നടപ്പിലാക്കിയ കാർഷിക മുന്നേറ്റമാണ് ഹരിത വിപ്ലവം എന്ന് പറയാം. 1940 1970 കാലഘട്ടത്തിൽ കാർഷിക മേഖലയിൽ നിലനിന്നിരുന്ന എന്ത് കുറയ്ക്കാനായിട്ട്? മാന്ദ്യം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആഗോളതലത്തിൽ നടപ്പിലാക്കിയ കാർഷിക മുന്നേറ്റത്തെയാണ് നമ്മൾ ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? കാർഷിക മേഖലയിലെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ആഗോളതലത്തിൽ വ്യാപകമായി നടപ്പിലാക്കിയ ഗവേഷണ, വികസന, സാങ്കേതിക വിദ്യ കൈമാറ്റമാണ് ഹരിത വിപ്ലവം എന്ന് പറയാം. ഇത് ഏത് രീതിയിൽ പറഞ്ഞാലും ഹരിത വിപ്ലവം തന്നെയാണ്. ഈ ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം ഏതാണ്? ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം എന്ന് പറയുന്നത് മെക്സിക്കോയാണ്. ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം ഏതാണ്? മെക്സിക്കോയാണ്. അപ്പോൾ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ നൽകിയ ധനസഹായം ഉപയോഗിച്ചിട്ട് മെക്സിക്കൻ സർക്കാർ 1945 ഏത് കൃഷി ആരംഭിച്ചു? ഗോതമ്പ് കൃഷി ആരംഭിച്ചു. അപ്പൊ അതിന്റെ ഗോതമ്പ് കൃഷിയുടെ ഗവേഷണത്തിലൂടെയാണ് ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത്. അപ്പൊ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ഏത് കൃഷിയുടെ ഗവേഷണത്തിലൂടെയാണ് എന്ന് ചോദിച്ചാൽ ഗോതമ്പ് കൃഷിയുടെ ഗവേഷണത്തിലൂടെയാണ് എന്നുള്ളത് ഓർത്തിരിക്കാം. ഈ ഹരിത വിപ്ലവം എന്ന് പറയുന്നത് 2 ഘട്ടങ്ങളായിട്ടാണ് നടന്നത്. ഒന്നാമത്തെ ഘട്ടം, ഇത് ചോദിച്ചിട്ടുണ്ട്, ഹരിത വിപ്ലവത്തിന്റെ 1-ാം ഘട്ടം താഴെ പറയുന്നവയിൽ ഏതാണ്? അല്ലെങ്കിൽ 2-ാം ഘട്ടം ഏതാണ്? അപ്പൊ ഹരിത വിപ്ലവത്തിന്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് 1960 പകുതി മുതൽ 1970 പകുതി വരെയാണ്. 1960 പകുതി മുതൽ 1970 പകുതി വരെയാണ് ഹരിത വിപ്ലവത്തിന്റെ 1-ാം ഘട്ടം. ഇനി 2-ാം ഘട്ടം എന്ന് പറയുന്നത് 1970 പകുതി മുതൽ 1980 പകുതി വരെയാണ് ഹരിത വിപ്ലവത്തിന്റെ 2-ാം ഘട്ടം. അപ്പോൾ ഹരിത വിപ്ലവത്തിന്റെ 1-ാം ഘട്ടം 1960 പകുതി മുതൽ 1970 പകുതി വരെയും 2-ാം ഘട്ടം 1970 പകുതി മുതൽ 1980 പകുതി വരെയുമാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി ഹരിത വിപ്ലവം എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? വില്യം ഗൗഡ് ആണ്. ഹരിത വിപ്ലവം എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? വില്യം ഗൗഡ് ആണ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? നോർമൻ ബോർലോഗ് ആണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. ഇന്ത്യൻ ഹരിത വിപ്ലവം എന്ന് എടുത്തു ചോദിച്ചു കഴിഞ്ഞാൽ അത് MS സ്വാമിനാഥനാണ്. എന്നാൽ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നോർമൻ ബോർലോഗ് ആണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ പേരില് ഒരു അവാർഡ് നൽകുന്നുണ്ട്. എന്താണ്? ബോർലോഗ് അവാർഡ് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ബോർലോഗ് അവാർഡ് നോർമൻ ബോർലോഗിന്റെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള അവാർഡാണ് ബോർലോഗ് അവാർഡ്. അപ്പൊ ഇത് ഏത് മേഖലയ്ക്കാണ് നൽകുന്നത് ചോദിച്ചിട്ടുണ്ട്. PYQ ആണ്. ബോർലോഗ് അവാർഡ് നൽകുന്ന മേഖല ഏതാണ്? കാർഷിക രംഗത്തെ അവാർഡിന് അല്ലെങ്കിൽ കാർഷിക രംഗത്തുള്ള പുരസ്കാരമാണ് ബോർലോഗ് പുരസ്കാരം എന്ന് പറയുന്നത്. അപ്പൊ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയിട്ടുള്ള കൃഷി ശാസ്ത്രജ്ഞനായിരുന്നു ആര്?
നോർമൻ ബോർലോഗ്. അദ്ദേഹത്തിന് 1970 എന്ത് ലഭിക്കുന്നത്? സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിക്കുന്നത്. നോർമൻ ബോർലോഗിന് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് എപ്പോഴാണ്? 1970 എന്നത് ഓർത്തിരിക്കുക. ഇനി ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്നത് ഫിലിപ്പൈൻസ് ആണ്. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഫിലിപ്പൈൻസ് ആണ് എന്നുള്ള കാര്യം ഇമ്പോർട്ടന്റ് ആണ്, അറിഞ്ഞിരിക്കുക. ഈ ഹരിത വിപ്ലവത്തിലൂടെ സ്വയം പര്യാപ്തത കൈവരിച്ച ഭക്ഷ്യധാന്യങ്ങൾ ഏതൊക്കെയാണ്? ഹരിത വിപ്ലവത്തിലൂടെ സ്വയം പര്യാപ്തത കൈവരിച്ച ഭക്ഷ്യധാന്യങ്ങളാണ് ഏതൊക്കെ? 1 അരി, 2 ഗോതമ്പ്. ഹരിത വിപ്ലവത്തിലൂടെ സ്വയം ഭക്ഷ്യപര്യാപ്തത കൈവരിച്ച ഭക്ഷ്യധാന്യങ്ങളാണ് അരി, അതുപോലെ തന്നെ ഗോതമ്പ് എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് എപ്പോഴാ? ഇന്ത്യയിൽ ആരംഭിച്ചത് 1967 മുതൽ 68, 67-68 കാലഘട്ടത്തിലാണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ച കാലഘട്ടം 1967-68 കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിക്കുന്നത്. ഈ 1-ാം ഘട്ടവും 2-ാം ഘട്ടവും ഉണ്ടെന്ന് പറഞ്ഞല്ലേ. ഈ 1-ാം ഘട്ടം അറിയപ്പെടുന്ന പേരെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോതമ്പ് വിപ്ലവം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഹരിത വിപ്ലവത്തിന്റെ 1-ാം ഘട്ടം അറിയപ്പെടുന്ന പേരെന്താണ്? ഗോതമ്പ് വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ ഉൽപാദനം ഉണ്ടാക്കിയ കാർഷിക വിള ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് ഗോതമ്പാണ്. ഗോതമ്പ് കേട്ടോ. അപ്പൊ ഹരിത വിപ്ലവത്തിലൂടെ സ്വയം പര്യാപ്തത കൈവരിച്ച ഭക്ഷ്യധാന്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് അരിയും ഗോതമ്പുമാണ്. എന്നാൽ ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ ഉൽപാദനം ഉണ്ടാക്കിയ കാർഷിക വിള ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗോതമ്പാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി ഹരിത വിപ്ലവത്തിൽ ഏറ്റവും മെച്ചമുണ്ടാക്കിയ നാണ്യവിള ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കരിമ്പാണ്. ഏറ്റവും കൂടുതൽ മെച്ചമുണ്ടാക്കിയ നാണ്യവിള എന്ന് പറയുന്നത് കരിമ്പാണ് എന്നത് അറിഞ്ഞിരിക്കുക. ഇനി അടുത്തത് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നമ്മൾ പറഞ്ഞു. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാ? MS സ്വാമിനാഥനാണ് അല്ലെ. MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അദ്ദേഹം തന്നെയാണ് ഇന്ത്യൻ അഗ്രികൾച്ചറിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇപ്പൊ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ഇന്ത്യൻ അഗ്രികൾച്ചറിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നതും ആര് തന്നെയാണ്? MS സ്വാമിനാഥൻ തന്നെയാണ്. ഇനി MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? അത് ചെന്നൈയിലാണ്. ചെന്നൈയിലാണ് MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചെന്നൈയിലാണ്. MS സ്വാമിനാഥൻ രചിച്ച പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. MS സ്വാമിനാഥൻ രചിച്ച പുസ്തകങ്ങളാണ് 1 സൊണോറ 64 MS സ്വാമിനാഥൻ രചിച്ച പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ആൻ എവർഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്ന ഒരു പുസ്തകം, അത് MS സ്വാമിനാഥൻ്റെതാണ്. ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹങ്കർ. ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹങ്കർ എന്ന് പറയുന്നത് ആരുടെയാണ്? MS സ്വാമിനാഥൻ്റെതാണ്. ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹങ്കർ എന്ന് പറയുന്നതും ആൻ എവർഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നതും ആരുടെ പുസ്തകങ്ങളാണ്? MS സ്വാമിനാഥന്റെ പുസ്തകങ്ങളാണ്. MS സ്വാമിനാഥൻ നിർമ്മിച്ച അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 സൊണോറ 64, അതുപോലെ ലെർമാറാജോ 64. എന്താണ്? ലെർമാറോജോ 64 കേട്ടോ. അപ്പൊ MS സ്വാമിനാഥൻ നിർമ്മിച്ച അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ് സൊണോറ 64ഉം ലെർമാറാജോ 64 എന്ന് പറയുന്നത്. ഇനി ഹരിത വിപ്ലവ കാലത്ത് ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പിനങ്ങൾ ഏതൊക്കെയാണ്? ഹരിത വിപ്ലവ കാലത്ത് ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പിനങ്ങളാണ് 1 കല്യാൺ സോന. എന്താണ് പേര്? കല്യാൺ സോന. അതുപോലെ തന്നെ സോണാലിക. കല്യാൺ സോന, സോണാലിക എന്നിവയാണ് ഹരിത വിപ്ലവ കാലത്ത് ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പിനങ്ങൾ എന്ന് പറയുന്നത്. ഇനി MS സ്വാമിനാഥനെ കുറിച്ച് പറയുമ്പോൾ
MS സ്വാമിനാഥൻ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ, ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ICFA എന്താണ്, ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചറിന്റെ പ്രഥമ വേൾഡ് അഗ്രികൾച്ചർ പ്രൈസിന് അർഹനായത് ആരാണ്? MS സ്വാമിനാഥനാണ്. ഓക്കെ, ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചറിന്റെ പ്രഥമ വേൾഡ് അഗ്രികൾച്ചർ പ്രൈസിന് അർഹനായത് MS സ്വാമിനാഥനാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന MS സ്വാമിനാഥനാണെന്ന് പറഞ്ഞു അല്ലെ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ നായകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? അത് ഡോക്ടർ MP സിംഗ് ആണ് കേട്ടോ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ നായകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഡോക്ടർ MP സിംഗ് ആണ്. ഇനി ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്തെ കൃഷി മന്ത്രി ആര്? അപ്പൊ താഴെ തന്നിരിക്കുന്നവയിൽ ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്ത വ്യക്തികൾ ആരൊക്കെ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അദ്ദേഹത്തിന്റെ ഓപ്ഷൻ. അപ്പൊ കൃഷിമന്ത്രി, ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്ത് കൃഷിമന്ത്രി ആരായിരുന്നു? C സുബ്രഹ്മണ്യം ആയിരുന്നു. ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്ത് ഇന്ത്യയിലെ കൃഷിമന്ത്രി എന്ന് പറയുന്നത് C സുബ്രഹ്മണ്യം. ഇനി ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട 2-3 കോട്ട്സ് പഠിക്കാനുണ്ട്. അപ്പൊ അതിൽ ഒന്നാമത്തേതാണ്, കൃഷി പരാജയപ്പെട്ടാൽ സർക്കാരും രാജ്യവും പരാജയപ്പെടും എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? കൃഷി പരാജയപ്പെട്ടാൽ സർക്കാരും രാജ്യവും പരാജയപ്പെടും എന്ന് അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റു ആണ്. കൃഷി പരാജയപ്പെട്ടാൽ രാജ്യവും സർക്കാരും പരാജയപ്പെടും എന്ന് അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റു ആണ്. അതുപോലെ എനിക്ക് ഒരു കൾച്ചറെ അറിയൂ, അത് അഗ്രികൾച്ചർ ആണ് എന്ന് പറഞ്ഞത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. എനിക്ക് ഒരു കൾച്ചറെ അറിയൂ, അത് അഗ്രികൾച്ചർ ആണ് എന്ന് പറഞ്ഞത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോട്ടാണ്, ഇന്ത്യയിലെ കർഷകർ കടത്തിൽ ജനിക്കുന്നു, കടത്തിൽ ജീവിക്കുന്നു, കടത്തിൽ മരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ഇന്ത്യയിലെ കർഷകർ കടത്തിൽ ജനിക്കുന്നു, കടത്തിൽ ജീവിക്കുന്നു, കടത്തിൽ മരിക്കുന്നു എന്ന് പറഞ്ഞത് പ്രൊഫസർ ML ഡാർലിംഗ് ആണ്. ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ ഇത് 3 ഇമ്പോർട്ടൻ്റ് ആണ് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട കോട്ട്. കൃഷി പരാജയപ്പെട്ടാൽ സർക്കാരിനും രാജ്യവും പരാജയപ്പെടും എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു. എനിക്ക് ഒരു കൾച്ചറെ അറിയൂ, അത് അഗ്രികൾച്ചർ ആണെന്ന് പറഞ്ഞത് സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയിലെ കർഷകർ കടത്തിൽ ജനിക്കുന്നു, കടത്തിൽ ജീവിക്കുന്നു, കടത്തിൽ മരിക്കുന്നു എന്ന് പറഞ്ഞത് ML ഡാർലിംഗ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി അടുത്തത്, ഹരിത വിപ്ലവത്തിലൂടെ കാർഷിക ഉൽപാദനം വർദ്ധിച്ചതിന്റെ കാരണങ്ങളാണ് പറയുന്നത്. ഹരിത വിപ്ലവത്തിലൂടെ കാർഷികോൽപാദനം വർദ്ധിച്ചതിന്റെ കാരണങ്ങൾ. അതിലൊന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം. വിത്തിനങ്ങൾ എങ്ങനെയുള്ളതാണ് ഉപയോഗിച്ചത്? അത്യുൽപാദന ശേഷിയുള്ളവ അല്ലെ. അപ്പൊ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം ഹരിത വിപ്ലവത്തിൽ കാർഷികോൽപാദനം വർദ്ധിച്ചതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. അടുത്തത്, രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം. രാസവളങ്ങളും കീടനാശിനികളും ഒരുപാട് ഉപയോഗിച്ചതും എന്താണ്? ഉൽപാദനം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിച്ചു. അടുത്തത്, ജലസേചന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു അല്ലെ. ആദ്യം ജലസേചന സൗകര്യം കുറവാണ് എന്നാണ് പറഞ്ഞത്. സോ ജലസേചന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു. പിന്നെയോ ആധുനിക കാർഷിക ഉപകരണങ്ങളുടെ ഉപയോഗം. കാർഷിക ഉപകരണങ്ങൾ എന്ന് പറയുന്നത് പുതിയ രീതിയിലുള്ളതാക്കി അല്ലെ, മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ളതാക്കി. കാർഷിക ഉപകരണങ്ങൾ എന്ന് പറയുന്നത് പുതിയ ടെക്നിക്സ് യൂസ് ചെയ്തിട്ടുള്ള കാർഷിക ഉപകരണങ്ങൾ, ആധുനികമായിട്ടുള്ള കാർഷിക ഉപകരണങ്ങൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, കാർഷിക മേഖലയിലെ യന്ത്രവൽക്കരണം. ഓക്കെ, നല്ല രീതിയിൽ യന്ത്രങ്ങളെല്ലാം ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ കുറഞ്ഞ പലിശയ്ക്ക് വായ്പകൾ ലഭ്യമായതും കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുണ്ട്. ദെൻ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, കാർഷിക വിഭവങ്ങൾക്ക് ഉയർന്ന വില ലഭിച്ചു. വില എന്ന് പറയുന്നത് ഉയർന്നതായിട്ട് ലഭിച്ചു. കാർഷിക വിഭവങ്ങൾക്ക് ഉയർന്ന വില ലഭിച്ചു എന്നുള്ളത്. അതുപോലെ ഉൽപാദന സമയത്ത് ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ വിറ്റഴിക്കാനുള്ള സൗകര്യങ്ങൾ കൂടുതൽ ലഭ്യമായി. ഇതെല്ലാമാണ് ഹരിത വിപ്ലവത്തിലൂടെ കാർഷികോൽപാദനം വർദ്ധിച്ചതിന്റെ കാരണം. എന്തൊക്കെയാ? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം, രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം, ജലസേചന സൗകര്യങ്ങളുടെ വർധനവ്, ആധുനിക കാർഷിക ഉപകരണങ്ങളുടെ ഉപയോഗം, കാർഷിക മേഖലയിലെ യന്ത്രവൽക്കരണം, കുറഞ്ഞ പലിശയ്ക്ക് വായ്പകൾ ലഭ്യമായത്,
കാർഷിക വിഭവങ്ങൾക്ക് ഉയർന്ന വില ലഭിച്ചത്. ഉൽപാദന സമയത്ത് ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ വിറ്റഴിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ കൂടുതലായിട്ട് ലഭ്യമായി എന്നുള്ളതും. ഓക്കെ, ഇത്രയും കിട്ടിയല്ലോ. ഇനി ഹരിത വിപ്ലവത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഹരിത വിപ്ലവത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാ? ഒന്നാമത്തെ ഗുണം, ഭക്ഷ്യക്ഷാമം ഇല്ലാതെയായി. ഭക്ഷ്യക്ഷാമം ഇല്ലാതെയായി. രണ്ടാമത്തെ ഗുണം എന്താ? ഉൽപാദനം വർദ്ധിപ്പിച്ചു, അല്ലെ? ഉൽപാദനം വർദ്ധിച്ചു. മൂന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് പൊതുവിതരണത്തിലൂടെ കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷ്യധാന്യം വിതരണം ചെയ്യുവാൻ കഴിഞ്ഞു. ഓക്കെ, അപ്പൊ കുറഞ്ഞ വില അതാണ് അവിടെ ഇമ്പോർട്ടന്റ്. കുറഞ്ഞ വിലയ്ക്ക് എന്ത് ചെയ്തു? ഭക്ഷ്യധാന്യം വിതരണം ചെയ്യാനായിട്ട് കഴിഞ്ഞു. ദെൻ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, കൃഷിയോഗ്യമായ സ്ഥലത്തിന്റെ അളവ് വർദ്ധിപ്പിച്ചു. കൃഷിയോഗ്യമായ സ്ഥലത്തിന്റെ അളവ് എന്ത് ചെയ്തു? വർദ്ധിപ്പിച്ചു. ദെൻ നെക്സ്റ്റ് വരുന്നത്, സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചതിലൂടെ ഉൽപാദനം വർദ്ധിപ്പിച്ചു, അല്ലെ? അപ്പൊ മോഡേൺ ടെക്നോളജീസ് യൂസ് ചെയ്തതുകൊണ്ട് എന്ത് ചെയ്തു? ഉൽപാദനം വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നു. ഉൽപാദനം വർദ്ധിപ്പിച്ചു മോഡേൺ ടെക്നോളജീസ് യൂസ് ചെയ്തപ്പോൾ. അടുത്തതാണ്, ധാന്യശേഖരം വർദ്ധിപ്പിക്കാൻ സാധിച്ചു. ധാന്യശേഖരം വർദ്ധിപ്പിക്കാനായിട്ട് സാധിച്ചു. അടുത്ത പോയിന്റ് ആണ്, വിദേശ ആശ്രയത്വം ഇല്ലാതാക്കി, അല്ലെ? നമുക്ക് വേണ്ടതൊക്കെ നമ്മൾ തന്നെ കൃഷി ചെയ്യാനായിട്ട് തുടങ്ങി. സോ വിദേശ ആശ്രയത്വം, കേട്ടോ, വിദേശ ആശ്രയത്വം ഇല്ലാതാക്കി. വിദേശ ആശ്രയത്വം എന്ന് പറയുന്നത് ഇല്ലാതെയാക്കി. അപ്പൊ എന്തൊക്കെയാണ് ഹരിത വിപ്ലവത്തിലൂടെ കാർഷികോൽപാദനം വർദ്ധിച്ചതിന്റെ കാരണം നമ്മൾ പറഞ്ഞു. പിന്നെ ഹരിത വിപ്ലവത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഭക്ഷ്യക്ഷാമം ഇല്ലാതെയായി, ഉൽപാദനം വർദ്ധിച്ചു, പൊതുവിതരണത്തിലൂടെ കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷ്യധാന്യം വിതരണം ചെയ്യുവാൻ കഴിഞ്ഞു, കൃഷി യോഗ്യമായ സ്ഥലത്തിന്റെ അളവ് വർദ്ധിപ്പിച്ചു, സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചതിലൂടെ ഉൽപാദനം വർദ്ധിപ്പിച്ചു, ധാന്യശേഖരം വർദ്ധിപ്പിക്കാൻ സാധിച്ചു, വിദേശ ആശ്രയത്വം ഇല്ലാതാക്കി. ഇതൊക്കെയാണ് ഹരിത വിപ്ലവത്തിന്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ആപ്പ് ലോഞ്ച് ചെയ്ത വിവരം എല്ലാവരും അറിഞ്ഞു കാണും. PSC ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന പേരിലുള്ള നമ്മുടെ സ്വന്തം ആപ്പാണ്. പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇപ്പോ ലോഞ്ച് ചെയ്തിരിക്കുന്ന പുസ്തകം എന്ന് പറയുന്നത്, ഇ ബുക്ക് എന്ന് പറയുന്നത് PSCയുടെ ഹോട്ട് ടോപ്പിക്സിന്റെ ഇ ബുക്ക് ആണ്. നമ്മളിപ്പോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്ത് PSC റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ടോപ്പിക്സ് കണ്ടെത്തുന്നതാണ് ഹോട്ട് ടോപ്പിക്സ്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള 136ഓളം ഹോട്ട് ടോപ്പിക്സ് അടക്കുന്ന ഇ ബുക്കാണ് നമ്മുടെ ആപ്പിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെറും 199 രൂപയ്ക്കാണ്. കുറെ പേര് ഡൗട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ, കുറെ എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ 199 രൂപയ്ക്കാണ് നമ്മൾ ഈ 136ഓളം ഹോട്ട് ടോപ്പിക്സ് വരുന്ന ഇ ബുക്ക് കൊടുക്കുന്നത്. അപ്പൊ ഈ ബുക്ക് നിങ്ങൾക്ക് ഓൺലൈനായും ഓഫ്ലൈനായും വായിച്ചു പഠിക്കാനുള്ള സൗകര്യമുണ്ട്. കൂടാതെ നിങ്ങൾക്ക് ഓഡിയോ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, കേട്ടു പഠിക്കാവുന്നതാണ്. ജോലി തിരക്കുകൾക്കിടയിലോ ബസ് യാത്രക്കിടയിലോ ഡ്രൈവിങ്ങിനിടയിലോ ഒക്കെ നിങ്ങൾക്ക് കേട്ടു പഠിക്കാനുള്ള സൗകര്യമുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ 199 രൂപയുള്ളൂ. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, ആപ്പിനെ കുറിച്ചുള്ള ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദേ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ മതി. ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിന്റെ നമ്പർ ആണ്. അപ്പൊ ഇതിലേക്ക് മെസ്സേജ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഡൗട്ട്സ് എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും കേട്ടോ. ഓക്കെ, പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത, നിങ്ങൾ ഈ 199 രൂപ കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാലും പിന്നീട് ഇനി നടക്കുന്ന പരീക്ഷകളിലൊക്കെ ആവർത്തിച്ച് ചോദിക്കുന്ന ഹോട്ട് ടോപ്പിക്സ് ഉണ്ടല്ലോ, അത് നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. 136 എന്നുള്ള നമ്പേഴ്സ് കൂടും. ഓക്കെ, ഹോട്ട് ടോപ്പിക്സ് ഇനി വീണ്ടും റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ടോപ്പിക്സ് പുതിയതായിട്ട് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ ആഡ് ഓൺ ആവും. നിങ്ങൾക്ക് അതിൽ ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ അല്ലേ? പിന്നെ കുറെ പേര് iOS അവൈലബിൾ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ നിലവിൽ ആൻഡ്രോയിഡിൽ മാത്രമേ ഉള്ളൂ. iOS എന്നുള്ളത് നിലവിൽ വർക്കിങ്ങിലാണ് കേട്ടോ. അപ്പൊ അത് ഉടനെ തന്നെ അപ്ഡേറ്റ് ആവും, അത് നിങ്ങളെ അറിയിക്കാം. പിന്നെ നമ്മുടെ ആപ്പില് എല്ലാ സൺഡേ, ഓക്കെ, എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്ക് നമ്മുടെ യൂട്യൂബിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ്സിൽ നിന്നുള്ള ടെസ്റ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. എല്ലാ സൺഡേസും നമ്മൾ അപ്ലോഡ് ചെയ്യും. പിന്നെ എന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് week 1 week 2 എന്ന് പറഞ്ഞിട്ട് അവിടെ ടെസ്റ്റ് കിടപ്പുണ്ടാവും. അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ, ഒരു പരീക്ഷ പോലെ. ക്വിസിൽ തെറ്റിയ സാധനങ്ങൾ ശരിയായിട്ടുണ്ടോ അല്ലെങ്കിൽ തെറ്റിയത് ഏതാണെന്നുള്ളത് അറിയാനുള്ളതും നമ്മൾ വർക്കിങ്ങിലാണ്. അതും ഉടനെ തന്നെ അപ്ഡേറ്റ് ആകും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ തെറ്റിച്ച ചോദ്യം ഏതാണ്, അതിന്റെ ശരിയുത്തരം എന്താണെന്നുള്ളതും കൂടെ അറിയാനുള്ള ഓപ്ഷനും കൂടെ ഉടനെ തന്നെ വരുന്നതാണ്. ഓക്കെ അല്ലേ?
കുറെ പേര് നമുക്ക് എൻക്വയറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഇതൊന്ന് പറഞ്ഞത്. വേറെ ഫോണിൽ നിന്ന് ക്യാഷ് അടയ്ക്കാൻ പറ്റും കേട്ടോ, അതർ പേയ്മെന്റ് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് നിങ്ങൾ മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ മതി. അപ്പൊ എങ്ങനെയാണ് അത് പേയ്മെന്റ് ചെയ്യേണ്ടത് എന്നുള്ളത് അവർ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. ഓക്കെ അല്ലേ? SCERT ടെക്സ്റ്റ്. അടുത്തത് നമ്മുടെ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്ന പുസ്തകം എന്ന് പറയുന്നത് ന്യൂ SCERT ആണ് കേട്ടോ. ന്യൂ SCERT കറണ്ട് അഫയേഴ്സും ആണ്. അപ്പൊ അതിൽ ന്യൂ SCERTയുടെ പുസ്തകം നമ്മൾ കമ്മിങ് സൂൺ എന്ന് ഇട്ടിട്ടുണ്ട്. ഓൺ വർക്കിങ്ങിലാണ്. അപ്പൊ എന്റെ മേൽനോട്ടത്തിൽ തന്നെയാണ് ഈ ന്യൂ SCERTയുടെ പണിയൊക്കെ നടക്കുന്നത്. കുറച്ച് വൈകിയാലും ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരുവേ എന്ന് പറയുന്നത് പോലെ കുറച്ച് വൈകിയാലും നിങ്ങൾക്ക് നല്ല കണ്ടന്റ് നിങ്ങൾക്ക് തരണം എന്നുള്ളതാണ്. 5 മുതൽ 10 വരെയുള്ള ബേസിക് സയൻസും സോഷ്യൽ സയൻസും ഒരുമിച്ചുള്ള ഒരു ബുക്കായിരിക്കും. പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ഇതേപോലെ തന്നെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലായിരിക്കും നമ്മൾ നൽകുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. കുറച്ച് വൈകിയാലും നല്ല വൈകത്തില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ ഇറക്കും. അപ്പൊ എന്തായാലും ഇറങ്ങുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബുക്കായിരിക്കും നിങ്ങൾക്ക് എന്തായാലും കിട്ടുക, കണ്ടന്റ് വൈസ് നോക്കുമ്പോൾ. ഓക്കെ, നമ്മുടെ ക്ലാസ് കാണുന്ന എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സും കണ്ടന്റും എന്നുള്ളത്. അതിനനുസരിച്ചിട്ടുള്ള ഒരു ബുക്കായിരിക്കും. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്ത് കാണാം. ഓക്കെ അല്ലേ? അപ്പൊ പർച്ചേസ് ചെയ്തിട്ടില്ലാത്തവരെ ഹോട്ട് ടോപ്പിക്സിന്റെ ഈ ബുക്ക് പർച്ചേസ് ചെയ്തോളൂ. 199 രൂപയ്ക്ക് തീർച്ചയായിട്ടും വർത്ത് ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുള്ളവര് നിങ്ങളുടെ കമന്റ്സ് കേട്ടോ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ പറയുന്ന ക്ലാസിന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ പുതുതായിട്ട് വരുന്നവർക്ക് ഈ അഭിപ്രായങ്ങളൊക്കെ നോക്കി റിവ്യൂസ് ഒക്കെ, അതുപോലെ പ്ലേ സ്റ്റോറിൽ റിവ്യൂസ് ഇടുക. അപ്പൊ നിങ്ങൾക്ക് ആ റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. ഇനി ഹരിത വിപ്ലവത്തിന് ചില പോരായ്മകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഹരിത വിപ്ലവത്തിന്റെ പോരായ്മകൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ പോരായ്മ വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. അന്തരം എന്ന് പറഞ്ഞാൽ എന്താ? വ്യത്യാസം അല്ലെ? അപ്പൊ വൻകിട കർഷകർ, ചെറുകിട കർഷകർ എന്നിങ്ങനെയുള്ള അന്തരം എന്ത് ചെയ്തു? വർദ്ധിച്ചു. രണ്ടാമത്തെ പോരായ്മ, ഗുണം കൂടുതൽ ലഭിച്ചത് ആർക്കാണ്? ഗുണം എന്ന് പറയുന്നത് കൂടുതലായിട്ടും ലഭിച്ചിട്ടുണ്ടായിരുന്നത് വൻകിട കർഷകർക്കാണ്, വൻകിട കർഷകർക്ക്. മൂന്നാമത്തെ പോരായ്മ എന്ന് പറയുന്നത് കാർഷിക വായ്പകളുടെ ആവശ്യം കൂടി, കാർഷിക വായ്പകളുടെ ആവശ്യം കൂടുതലായിട്ട് വരാനായിട്ട് തുടങ്ങി. ദെൻ അടുത്ത പോരായ്മ, പാവപ്പെട്ട കർഷകരുടെ ജീവിത നിലവാരത്തിൽ മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ പാവപ്പെട്ടവർ എന്ന് പറയുന്നത് ഒരു മാറ്റമില്ലാതെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനായിട്ട് പറ്റിയില്ല. യന്ത്രവൽക്കരണം വന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്തു? തൊഴിൽ നഷ്ടമായി അല്ലെ? യന്ത്രങ്ങൾ ജോലി ചെയ്യുമ്പോൾ മനുഷ്യരുടെ തൊഴിൽ എന്ത് ചെയ്തു? നഷ്ടമായി തുടങ്ങി. ദെൻ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, വാണിജ്യ വിളകളുടെ പുരോഗതിക്കാണ് ഹരിത വിപ്ലവം എന്ത് ചെയ്തത്? ഏറെ സഹായിച്ചത്. വാണിജ്യ വിളകളുടെ പ്രാധാന്യമാണ് അല്ലെ? വാണിജ്യ വിളകളുടെ പുരോഗതിക്കാണ് എന്ത് ചെയ്തത്? ഹരിത വിപ്ലവം ഏറെ സഹായിച്ചത്. അടുത്ത പോയിന്റ്, ഭക്ഷ്യവിളകളിൽ ഗോതമ്പ് മാത്രമാണ് എന്ത് ചെയ്തത്? ഗോതമ്പിന് മാത്രമാണ് പ്രത്യേകിച്ച് ഗുണം എന്ന് പറയുന്നത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ബാക്കിയുള്ളതൊന്നും അതിലൊന്നും പെട്ടില്ല. ഗോതമ്പ് മാത്രമാണ് കൃഷി ഇനങ്ങളിൽ ഏറ്റവും കൂടുതൽ ലാഭം കിട്ടിയത്. ഭക്ഷ്യവിളകളിൽ ഗോതമ്പിന് മാത്രമാണ് ഈ പറയുന്ന ഗുണമെല്ലാം ലഭിച്ചത്, ഗോതമ്പിന് മാത്രം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹരിത വിപ്ലവം എന്ന് പറയുന്നത് വീറ്റ് റവല്യൂഷൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. വീറ്റ് റവല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഗോതമ്പാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി അത്യുൽപാദന ശേഷിയുള്ള വിളകൾക്ക് കൂടുതൽ എന്താണ്? കീടങ്ങളുടെ ആക്രമണ സാധ്യത കൂടുതലാണ്. കീടാക്രമണ സാധ്യത എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കൂടുതലാണ് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളിൽ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് പഠിക്കേണ്ട ഒരു ടേം എന്ന് പറയുന്നത് നിത്യഹരിത വിപ്ലവം. എന്താണ് നിത്യഹരിത വിപ്ലവം എന്ന് പറയുന്നത്? ഹരിത വിപ്ലവത്തിന്റെ പോരായ്മകളെല്ലാം പരിഹരിക്കാനും പാരിസ്ഥിതികവും സാമൂഹികവുമായിട്ടുള്ള ദോഷങ്ങളില്ലാതെ ശാശ്വതമായ ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്തുന്നതിനെയാണ് നിത്യഹരിത വിപ്ലവം എന്ന് പറയാം. അപ്പൊ ഹരിത വിപ്ലവത്തിന്റെ പോരായ്മകൾ എന്ത് ചെയ്യാണ്? പരിഹരിക്കുക. എന്നിട്ട് പരിസ്ഥിതികവും സാമൂഹികവുമായിട്ടുള്ള ദോഷങ്ങളില്ലാതെ ശാശ്വതമായി ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്തുന്നതിനെയാണ് നിത്യഹരിത വിപ്ലവം എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമുക്കൊരു പ്രോഗ്രാം പഠിക്കാനുണ്ട്. ബ്രിങ്ങിങ് ഗ്രീൻ റവല്യൂഷൻ ഇൻ ഈസ്റ്റേൺ ഇന്ത്യ പ്രോഗ്രാം. ഓക്കെ, അപ്പൊ ബ്രിങ്ങിങ് ഗ്രീൻ റവല്യൂഷൻ ഇൻ ഈസ്റ്റേൺ ഇന്ത്യ പ്രോഗ്രാം എന്ന് പറയുന്ന പ്രോഗ്രാം, BGREI എന്ന് പറയുന്ന പ്രോഗ്രാം. അപ്പൊ ഇതെന്താണ്? 2010-11 കാലയളവില് രാഷ്ട്രീയ കൃഷി വികാസ് യോജനയുടെ ഒരു ഉപപദ്ധതിയാണ് ഈ പറയുന്ന ബ്രിങ്ങിങ് ഗ്രീൻ റവല്യൂഷൻ ഇൻ ഈസ്റ്റേൺ ഇന്ത്യ പ്രോഗ്രാം എന്ന് പറയുന്നത്. 2010-11 കാലയളവിൽ രാഷ്ട്രീയ കൃഷി വികാസ് യോജനയുടെ ഒരു ഉപപദ്ധതിയാണിത്.
ഇത് 7 സംസ്ഥാനങ്ങളിലാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. 7 സംസ്ഥാനങ്ങളിലാണ് നടപ്പിലാക്കിയത്. ഏതൊക്കെയാണ് 7 സംസ്ഥാനം? 1 ആസാം, 2 ബീഹാർ, 3 ഒറീസ, 4 ഛത്തീസ്ഗഡ്, ദെൻ 5 ജാർഖണ്ഡ് കേട്ടോ, ജാർഖണ്ഡ്. ദെൻ 6 എന്ന് പറയുന്നത് കിഴക്കൻ ഉത്തർപ്രദേശ് ആണ്, കിഴക്കൻ ഉത്തർപ്രദേശ്. 7 ബംഗാൾ. ഓക്കെ, അപ്പൊ ഈ 7 സംസ്ഥാനങ്ങളിലാണ് ബ്രിങ്ങിങ് ഗ്രീൻ റവല്യൂഷൻ ഇൻ ഈസ്റ്റേൺ ഇന്ത്യ എന്ന് പറയുന്ന പ്രോഗ്രാം നടപ്പിലാക്കുന്നത്. എവിടേക്കാണ്? ആസാം, ബീഹാർ, ഒറീസ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, കിഴക്കൻ ഉത്തർപ്രദേശ്, ബംഗാൾ എന്നിവിടങ്ങളിലാണ് നടപ്പിലാക്കിയത്. അപ്പൊ ഇതിന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരി, അതുപോലെ ഗോതമ്പ്, മറ്റ് ധാന്യങ്ങൾ ഇവയുടെ എല്ലാം ഉൽപാദനം മെച്ചപ്പെടുത്തുക. അരി, ഗോതമ്പ്, മറ്റ് ധാന്യങ്ങൾ എന്നിവയുടെ ഉൽപാദനം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഈ പറയുന്ന പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയോ ആണ് നമ്മുടെ ഹരിത വിപ്ലവത്തിന്റെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഭാഗത്ത് നമുക്ക് MS സ്വാമിനാഥനെ കുറിച്ച് കൂടെ പഠിക്കേണ്ടതാണ്. അപ്പൊ MS സ്വാമിനാഥനെ കുറിച്ച് നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഞാൻ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. മാക്സിമം പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്തുനിന്ന് ചോദ്യം ഉറപ്പിക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്